കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കൊല്ലം ജില്ലാ കൺവെൻഷൻ നടത്തി. സംഘടനയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ ആദരിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ കൊല്ലം ജില്ലാ കൺവെൻഷനാണ് നടത്തിയത്. സംഘടനയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ പരിപാടിയിൽ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ഭാവി സുരക്ഷയ്ക്കും KSEBയെ സംരക്ഷിക്കുന്നതിന് പൊതുസമൂഹം മുന്നോട്ട് വരുന്നതും സന്തോഷകരമായ കാര്യമാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ സ്വകാര്യ മേഖലയുടെ കടന്നുവരവിനെ തോൽപ്പിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ സംഘടന 50 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നമ്മൾ ആലോചിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1957 ഏപ്രിൽ മാസം 1-ാം തീയതി അന്നുവരെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റായിരുന്ന ഒരു സംവിധാനത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ട് ആ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്തൊന്നും സംഘടനാ പ്രവർത്തനം വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലായിരുന്നില്ല. നേരെ മറിച്ച് ഓരോ കാറ്റഗറിക്കും നമുക്കറിയാം, ഇതിനകത്ത് വ്യത്യസ്തങ്ങളായ കാറ്റഗറികളുണ്ട്. വർക്കർ, ഡ്രൈവർ, അങ്ങനെ തുടങ്ങി അങ്ങനെ മേലറ്റം സബ് എഞ്ചിനീയർ വരെ വരുന്ന വർക്കർമാരുടെ കാറ്റഗറി, മറുവശത്ത് OA മുതൽ SS വരെ വരുന്ന ഒരു വിഭാഗം, അതിൻ്റെ മേലോട്ടുള്ള SS ഓഫീസറായി SA വരെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആ കാറ്റഗറിക്ക് എല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ആനുകൂല്യങ്ങളും വ്യത്യസ്തമായ ശമ്പള ഭക്ഷണ രീതികളും ഒക്കെയാണ് ഇവിടെ നിലനിന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിലധികം നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഒരു കൊളോണിയൽ സംസ്കാരം, ആ ബ്രിട്ടീഷ് സംസ്കാരം, അവർ പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഇതിനകത്തെ തൊഴിലാളികളെയും ഓഫീസർമാരെയും എല്ലാം ഭിന്നിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സൂത്രത്തിൽ കൊണ്ടുപോകുന്ന സംവിധാനമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ജില്ലാ പ്രസിഡന്റ് R. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജികുമാർ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബീന പ്രസാദ്, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി അശ്വതി, സംസ്ഥാന ട്രഷറർ ഫിലിപ്പോസ്, ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം ഷാജി, ഡിവിഷൻ പ്രസിഡന്റ് രതീഷ് കുമാർ, സെക്രട്ടറി നിക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.